അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ചില അതിക്രമമൊക്കെ നടത്തുന്നുണ്ട് വാർത്തകൾ പുറത്തു വരുന്നു. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പിന്തുണ നൽകുന്നുണ്ടോ? ഇന്ത്യ പരസ്യമായി അഫ്ഗാനിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ നടത്തിയ ആക്രമണം അപലപനീയമാണ്. അഫ്ഗാനിസ്ഥാന് പിന്തുണ എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. ഇന്ത്യ ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്, ഞങ്ങൾ കാബൂളിൻ്റെ കൂടെയാണ്. പാകിസ്ഥാന് ഇത് മിക്കവാറും ഉള്ള പരിപാടിയാണ്. സ്വന്തം രാജ്യത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇവർ കരക്കാരുടെ നെഞ്ചത്ത് കയറും. നമ്മളറിയുന്നില്ലേ, പാകിസ്ഥാനിൽ ക്രൈസിസ് വരുമ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വെടിവെക്കും. വെടിവെപ്പ് നിന്നു. കാരണം എന്താ, ഇപ്പോൾ ഒരു പൂ തന്ന ഒരു പൂന്തോട്ടം നമ്മൾ തിരിച്ചു കൊടുക്കും. നേരത്തെയൊക്കെ പാകിസ്ഥാൻ പട്ടാളക്കാർ ഇങ്ങോട്ട് വെടിവെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ എന്ന് ഡൽഹിക്ക് വിളിച്ചു ചോദിക്കണമായിരുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ ഇങ്ങോട്ട് ഒന്ന് തന്നാൽ 10,000 തിരിച്ചു കൊടുത്തേക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തിട്ട് അറിയിച്ചാൽ മതി എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അതിർത്തിയിൽ നിന്ന് പാക്ക് വെടി ഇല്ലല്ലോ, കേൾക്കുന്നില്ല. കാരണം ചുണ്ടങ്ങ കൊടുത്താൽ വഴുതനങ്ങയല്ല മത്തങ്ങ കിട്ടുമെന്ന് ബോധ്യപ്പെട്ടു. എത്ര കാലം? നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് എന്തായിരുന്നു? എല്ലാ ദിവസവും ഷെല്ലാക്രമണം, അതിർത്തി ഗ്രാമത്തിൽ ഷെല്ലാക്രമണം എന്നുള്ള വാർത്തകളില്ലായിരുന്നു. ഒരു തൊപ്പിക്കാരൻ തലക്കെട്ടുകാരൻ നാൾ മരിച്ചുപോയ ആൾ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു? നമ്മുടെ ഓർമ്മകൾ ഒരുപാടൊന്നും പോണ്ട. 10 വർഷം മുന്നിലേക്ക് നോക്കിയാൽ മതി. സ്ഥിതി മാറിയല്ലോ, കംപ്ലീറ്റ് മാറി. ഇപ്പൊ നമ്മൾ നോക്കുന്നത് താലിബാനാണ് പാകിസ്ഥാനിൽ ഭരിക്കുന്നത്, അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്. താലിബാന്റെ പല നിലപാടുകളോടും നമുക്ക് യോജിപ്പില്ല. കടുത്ത വർഗീയ മതഭരണകൂടമാണ്. അവർ വീടുണ്ടാക്കുമ്പോൾ ജനല പോലും പണിയില്ലെന്ന് പറയുന്ന തരത്തിലുള്ള ഫണ്ടമെന്റലിസമാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നമുണ്ട്. ആഭ്യന്തര പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ നെഞ്ചത്ത് കയറാൻ പറ്റുന്നില്ല. പകരം ഇപ്പം അഫ്ഗാനിസ്ഥാൻ്റെ നെഞ്ചത്ത് കയറുന്നു. നമ്മൾ അതിനെയാണ് എതിർക്കുന്നത്. പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പെട്ടു ഉഴലുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു അതിർത്തിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ പോളിടെക്നിക് എന്ന് കേട്ടിട്ടില്ലേ? എന്താ പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ? പല വിദ്യകൾ പഠിപ്പിക്കുന്ന സ്ഥലം. പോളി എന്ന മൾട്ടി എന്നാണ്. പോളി ക്ലിനിക് ഉണ്ട്. പോളി ക്ലിനിക്കിൽ നിങ്ങൾ ചെന്നാൽ ഹോമിയോ ഉണ്ടാവും, അലോപ്പതി ഉണ്ടാവും, ആയുർവേദം ഉണ്ടാവും, അത്തരം ഡോക്ടർമാരെല്ലാം ഉണ്ട്. അതുപോലെ പോളി ക്രൈസിസിലാണ് പാകിസ്ഥാൻ. സാമ്പത്തിക സ്ഥിതി അല്ലേ തകർന്ന് തരിപ്പണമായിരിക്കുക. രാഷ്ട്രീയ സ്ഥിതി എന്താണ്? നവാസ് ഷെരീഫിന്റെ പാർട്ടി, ഇമ്രാൻഖാന്റെ പാർട്ടി, ഇവരൊക്കെ തമ്മിൽ തെരുവ് യുദ്ധം അല്ലേ? അതിർത്തിയിൽ ഇന്ത്യയോട് മുട്ടാൻ ശേഷിയില്ല. ഇപ്പൊ അഫ്ഗാനിസ്ഥാനുമായിട്ട് അടി. അങ്ങനെ വല്ലാത്ത ക്രൈസിസ് കിടക്കുകയാണ് ആര്? പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയുടെ നെഞ്ചത്തോട്ട് കയറിയാൽ വിവരം അറിയും. ചിലപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്തു? എന്നാൽ അഫ്ഗാൻ്റെ നെഞ്ചത്തോട്ട് കയറാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പോയി ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ 7 വില്ലേജുകളാണ് ഇവർ തകർത്തത്. ഡിസംബർ 24 ഇവർ അഫ്ഗാനിസ്ഥാനിൽ കയറി ആക്രമിച്ചത്. എന്നിട്ട് പറഞ്ഞതെന്നറിയോ? TTP എന്ന് പറഞ്ഞ പാകിസ്ഥാൻ താലിബാനുണ്ട്. ഈ പാകിസ്ഥാൻ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിൻ്റെ ഏജന്റുമാരാണ് അവർ. ഈ പാകിസ്ഥാൻ താലിബാനെ അഫ്ഗാനിസ്ഥാനിൽ പരിശീലിപ്പിക്കുന്നു. അവിടെ പാറ്റിക പ്രൊവിൻസ് ലാമാ ടൗൺ എന്ന് പറഞ്ഞ ലമാൻ എന്ന് പറഞ്ഞ ടൗണുണ്ട്. ഈ ലാമാൻ ടൗണിലും തൊട്ടടുത്തുള്ള 7 വില്ലേജുകളിലുമാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 51 പേര് മരിച്ചു. ഇപ്പോൾ ഗാസയിൽ സ്ത്രീകളെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, ഗർഭിണികളെ കൊല്ലുന്നു എന്ന് പറയുന്ന ആളുകളൊന്നും ലാമൻ ടൗണിലും 7 വില്ലേജുകളിലും അഫ്ഗാനിസ്ഥാനിലെ വില്ലേജുകളിലും പാകിസ്ഥാൻ വിമാനങ്ങൾ വഴി നടത്തിയ ആക്രമണങ്ങളെ ആരും അവലംബിച്ചിട്ടില്ല. കാരണം പാകിസ്ഥാനല്ലേ നടത്തിയത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പട്ടാളം വേറൊരു രാജ്യത്തെ ജനങ്ങളെ കൊന്ന, ഞങ്ങളുടെ പാകിസ്ഥാൻ്റെ പട്ടാളം വേറൊരു രാജ്യത്തെ ജനങ്ങളെ കൊന്ന, നിങ്ങൾക്കെന്താ ഇന്ത്യക്കാരാ എന്നായിരിക്കാം. ഏതായാലും അവർ തമ്മിലുള്ള അടിയായിരുന്നു. അപ്പോൾ വ്യോമാക്രമണം നടത്തി. ഇപ്പോൾ ഏറ്റവും നമ്മുടെ ഇന്ത്യയുടെ പ്രതികരണം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാൻ വിദേശകാര്യ പ്രതിരോധ വക്താവ് എനായത്തുള്ള കൗഫ്രാമി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ആക്രമിച്ചവന്മാർ ഞങ്ങൾ കൊടുക്കും പണി തിരിച്ചടി കടുത്തതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. അമേരിക്ക അവിടെ നിന്ന് പോയപ്പോൾ അമേരിക്ക ഇട്ടിട്ട് പോയ ഒരുപാട് ആയുധങ്ങളുണ്ട്. പലതൊക്കെ അമേരിക്ക നശിപ്പിച്ചിട്ടൊക്കെ പോയത്, ടാങ്കൊക്കെ നശിപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ പോലും ആയുധങ്ങൾ ഇഷ്ടം പോലെ അഫ്ഗാനിസ്ഥാൻ്റെ ഇതിലുണ്ട്. പിന്നെ വ്യോമശേഷിയൊന്നും പാകിസ്ഥാനോളം ഇല്ല. പാകിസ്ഥാനെ കീഴടക്കാനോ തകർക്കാനോ ഒന്നും അഫ്ഗാനിസ്ഥാന് പറ്റില്ലായിരിക്കാം. പക്ഷെ പാകിസ്ഥാന് നല്ല പണി കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇന്ത്യയിൽ പാകിസ്ഥാൻ ചെയ്യുന്ന അതേ പണി. ഏത് പണി? തീവ്രവാദികളെ കടത്തിവിട്ട്
ആക്രമണം നടത്തുന്ന പണി. അതേ പണി നല്ല വൃത്തിയായിട്ട് പാകിസ്ഥാൻ ചെയ്യുന്നതിനേക്കാളും വൃത്തിയായിട്ട് ആര് ചെയ്യും? അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ചെയ്യാനറിയാം. അതാണ് ഇപ്പോൾ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഈ പോളി ക്രൈസിസ് ചെയ്യാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ്റെ പോളി ക്രൈസിസിൽ ഏറ്റവും വലുത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. നമ്മൾ പറഞ്ഞല്ലോ IMF ലോണിന് ചെന്നു, കൊടുത്തില്ല, കിട്ടിയില്ല. എന്താ കിട്ടാത്തത്? തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി മാത്രമല്ല അവിടെ സ്ഥിരതയുള്ള സർക്കാരില്ല. അവിടെ ഭരണം നിയന്ത്രിക്കുന്ന ആരാണ്? ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പേര് പോലും ഓർമ്മയുണ്ടോ? ഷഹബാസ് ഷെരീഫ്. ശരി, അതെ, ഷഹബാസിന്റെ പേര് പോലും എത്ര നാളെ അറിയില്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. ചൈനീസ് പ്രൊഡക്റ്റ് പോലെയാ, എപ്പോൾ പോകുമെന്ന് അറിയില്ല. കാരണം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളവും ISI ആണ്. അപ്പോൾ കടം മേടിച്ച് ഷഹബാസ് ഷെരീഫിന് ഒരു 5 മില്യൺ അല്ലെ $5 ബില്യൺ കടം കൊടുത്തു നിൽക്കട്ടെ, ആര് തിരിച്ചു കൊടുക്കും? അയാൾ പേടിച്ചിട്ട് രാജ്യം വിട്ടുപോകും. പട്ടാളത്തിന് കൊടുക്കുകയാണ് ഈ കിട്ടുന്ന പൈസ. അപ്പം IMFൻ്റെയോ വേൾഡ് ബാങ്കിൻ്റെയോ ലോൺ കിട്ടിയാൽ ആ ലോൺ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണം ചില വ്യവസ്ഥകളുണ്ട്. അതൊന്നുമല്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പട്ടാള ഭരണകൂടം അവരെടുത്ത് പുട്ടടിക്കും, അവരുടെ അടുത്ത് തീവ്രവാദിക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന കാശ് ലോക ബാങ്ക് ഉൾപ്പെടെയുള്ള IMF ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് തിരിച്ചടയ്ക്കാൻ മാതില്ല. ഗ്യാരണ്ടി ആര് പറയൂ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം. സൈനിക ലീഡർഷിപ്പിനെ ലോകത്തൊരു രാജ്യവും ഗ്യാരണ്ടി ആയിട്ട് എടുക്കത്തില്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ല. അതാണ് ജനാധിപത്യം. അതാണ് കറക്റ്റ്. അതാണ് ജനാധിപത്യം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇത്ര എക്കണോമിക് ക്രൈസിസിൽ നിൽക്കുന്നത്. അതിർത്തി പ്രശ്നം നമ്മൾ പറഞ്ഞു. ഈ പൊളിറ്റിക്കൽ ക്രൈസിസ് എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റും. വലിയ കലാപമല്ലായിരുന്നോ ഇമ്രാൻഖാന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, ഇമ്രാൻഖാൻ്റെ ഭാര്യ വന്ന് കണ്ടെയ്നർ നിർത്തി അതിൻ്റെ മുകളിൽ കയറി പ്രസംഗിക്കുന്നത് എന്തൊക്കെയായിരുന്നു. അവസാനം അവർ ഓടിപ്പോയി, അത് വേറെ കാര്യം, സമരം ചുറ്റിപ്പോയി. അപ്പോൾ ഏതായാലും ഇതിന് ഈ അടിസ്ഥാനപരമായിട്ട് ഈ ക്രൈസിസ് ഉള്ളപ്പോഴാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം. അഫ്ഗാനിസ്ഥാൻ്റെ പ്രശ്നം ഇന്നലെ ഉണ്ടായതല്ല, നാളെയും മറ്റന്നാളും തീരാനും പോകുന്നില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഉണ്ടായിരുന്നു അല്ലേ, ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിൻ്റെ അതിർത്തി നിശ്ചയിക്കാൻ ദുറന്റ് ലൈൻ എന്ന് പറയുന്ന ഒരു വര വരച്ചു വെച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അന്ന് പാകിസ്ഥാനിലായിരുന്നു, പിന്നീടാണ് പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന ഡുറന്റ് ലൈൻ എന്ന് പറയുന്നത് പിന്നീട് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നതായി മാറി. അപ്പോൾ ഈ പഷ്തൂൺ മേഖല എന്ന് പറയുന്ന ഒരു പ്രദേശം ഈ 2 രാജ്യങ്ങളിലുമായിട്ട് കിടക്കുകയാണ്. ഇത് ആരുടെ എന്നൊരു തർക്കം വന്നു. അപ്പോൾ അവിടെയും കരുതുന്നത് ബ്രിട്ടീഷുകാർ ഇത്രയും നിങ്ങളുടെ ഇത്രയും അങ്ങടെ എന്ന് പറഞ്ഞു. ഇത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്ന ഈ പഷ്തൂൺ മേഖല പൂർണ്ണമായും തങ്ങളുടേതാണെന്നാണ് അഫ്ഗാന്റെ വാദം. അത് സാങ്കേതികമായി ശരിയുമാണ്. കാരണം അന്ന് ഈ രാജ്യം ഇല്ലായിരുന്നു. ആ രാജ്യം ഈ മറ്റേ വര ഇങ്ങനെ എടുത്ത് വരച്ച ബ്രിട്ടീഷുകാരൻ വരച്ചിട്ട് പോയ വര എല്ലായിടത്തും പ്രശ്നമാണ്. അത് സാങ്കല്പികമായി വരച്ചു പോയതേ ഉള്ളൂ. സാങ്കല്പികമായി വരച്ചുപോയി. പഷ്തൂൺ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമായി. പഷ്തൂൺ ജനതയുടെ ഭൂരിഭാഗവും അഫ്ഗാനിസ്ഥാനിലാണ്, കുറച്ച് പാകിസ്ഥാൻ. ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ ആളുകളാണ്, ഞങ്ങളുടെ കൂടെ തരണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പഷ്തൂണുകളുടെ വംശീയമായി, കാരണം ഈ ഇസ്ലാം മതം തന്നെ ഒരു ഗോത്ര മതമാണ്, വംശീയമായി തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പാകിസ്ഥാനിലെ ഈ പഷ്തൂൺ ഗോത്രത്തിനെതിരാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള പഷ്തൂൺ മേഖലയെ അതിഭീകരമായിട്ട് അവർ കൈകാര്യം ചെയ്തത്. പണ്ട് കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗ്ലാദേശികളെ എങ്ങനെ കൈകാര്യം ചെയ്തോ അതേപോലെയാണ് പഷ്തൂൺ മേഖലയെ അവഗണിക്കുകയാണ്. അവർക്കടുത്ത പീഡനമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? സ്വാഭാവികമായും അവരുടെ ബന്ധുക്കളായ അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്ന പഷ്തൂണുകളുടെ സപ്പോർട്ടോടെ, താലിബാൻ്റെ സപ്പോർട്ടോടെ അവർ ആയുധമെടുത്ത് പോരാടുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ അങ്ങേയറ്റത്ത് പഷ്തൂൺ പ്രശ്നം, ഇങ്ങേയറ്റത്ത് ബലൂജ് പ്രശ്നം. ബലൂജിൻ്റെയും പ്രശ്നം ഇത് തന്നെയാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗം വേറൊരു രാജ്യമായിരുന്നല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല. ഈ ബലൂചിസ്ഥാൻ അന്ന് ആവശ്യപ്പെട്ടു ഞങ്ങളെ ഒന്നെങ്കിൽ ഇന്ത്യയിൽ എടുക്കും. നെഹ്റു പറഞ്ഞു ആരെ എടുക്കൂല. കിട്ടിയ ഐക്യരാഷ്ട്രസഭയിലേക്ക് കിട്ടിയ നമ്മുടെ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം ചൈനയ്ക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ മഹാനാണ് അദ്ദേഹം എന്ന് പറഞ്ഞ പോലെ പുള്ളി മേടിച്ചില്ല. അഫ്ഗാനിസ്ഥാനോട് ചേരാൻ നോക്കി. അത് ഭൂമിശാസ്ത്രപരമായി അവർക്ക് കുറേ ദൂരത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതും ശരിയായില്ല. അവസാനം വന്ന് പാകിസ്ഥാൻ പട്ടാളം ഒരു ദിവസം കയറി പിടിച്ചെടുത്തതാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പം ബലൂജിൽ പ്രശ്നം, പഷ്തൂണി പ്രശ്നം, രണ്ടിടത്തും ഗോത്രീയമായ വംശീയമായ പ്രശ്നങ്ങളാണ്. അവർ ഈ മോരും മുതിരയും പോലെയാണ് പാകിസ്ഥാൻ ജനതയുമായിട്ട് ഇവർ ചേരില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇവർക്ക് രാജ്യം വേണമെന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ 2 or 3 കൂടുതൽ കഷ്ണങ്ങളായി മുറിയാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ആശങ്ക പാകിസ്ഥാൻ നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇന്ത്യ ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ പരസ്യമായി അഫ്ഗാനിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല.
അഫ്ഗാനിസ്ഥാൻ ആഗ്രഹമുണ്ട് ഇന്ത്യ ഒന്ന് അംഗീകരിച്ച്, ചൈനയെ ആദ്യം അംഗീകരിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ ഒന്ന് അംഗീകരിച്ച് കിട്ടിയാൽ ഞങ്ങൾക്കൊരു മേൽവിലാസമൊക്കെ ആകും എന്നുള്ള പ്രതീക്ഷ അഫ്ഗാനിസ്ഥാനുണ്ട്. അപ്പോൾ അവർ ഒരു എംബസി തുറക്കുന്ന കാര്യമൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിൽ പഠിക്കുന്ന ഒരു അഫ്ഗാൻ വിദ്യാർത്ഥിയുണ്ട്, അയാളെ ഇന്ത്യയിലെ അവരുടെ അഫ്ഗാനിസ്ഥാൻ്റെ പ്രതിനിധിയാക്കാം എന്നൊക്കെയാണ് ആലോചന നടക്കുന്നത്. ഇന്ത്യ ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പറയപ്പെടുന്നത് അനൗദ്യോഗികമായി അഫ്ഗാനിസ്ഥാന് ഇന്ത്യയിൽ കാബൂളിന് ഡൽഹിയിൽ ഒരു പ്രതിനിധി അൺഒഫീഷ്യലി ഉണ്ട് എന്നാണ് പറയുന്നത്. സമീപകാലത്ത് അവിടെ ഒരു ഭക്ഷ്യധാന്യ ഷോർട്ടേജ് ഉണ്ടായപ്പോൾ, ക്ഷാമം ഉണ്ടായപ്പോൾ നമ്മൾ ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ ഗോതമ്പ് ഉൾപ്പെടെ കയറ്റി അയച്ചിരുന്നു. അഫ്ഗാനിസ്ഥാന് തിന്നാൻ കൊടുത്തത് ഇന്ത്യയാണ്. അതിൻ്റെ നന്ദി അതുകൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ പാകിസ്ഥാൻ്റെ സ്ഥിതി അത്ര നല്ലതൊന്നുമില്ല. താലിബാൻ അവിടെ ഭരിക്കുന്നു, അവിടെ ജനാധിപത്യ വിരുദ്ധമായ മതഭരണമൊക്കെയാണെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ നമുക്ക് പാകിസ്ഥാനോട് മുട്ടാൻ, നമുക്ക് വേണ്ടിയും കൂടി വേണ്ടി വന്നാൽ മുട്ടാനുള്ള ഒരാൾ പാകിസ്ഥാൻ്റെ അതിർത്തിയിലുണ്ടാവുന്നത് ഇന്ത്യക്ക് ഒരാവശ്യമാണ്. കാരണം ഇന്ത്യയോട് ചെയ്ത അതേ കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ ചെയ്തോളും. ഏതായാലും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഭായി എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനും അമിത്ഷായ്ക്കും ഒക്കെ കളി നന്നായിട്ടറിയാം. പാകിസ്ഥാൻ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.